ഇതേ എൻ്റെ കറിവേപ്പിലയാണ്. ഇതാ കണ്ടോ നിൽക്കുന്നത്, ഇതാ കണ്ടോ, അത് പൂത്ത് നിൽക്കുന്നത് കണ്ടോ, പൂത്ത് കുഞ്ഞു കായകളും വന്നിട്ടുണ്ട്. ഇതിന് ഒരു പണ്ടുള്ളവർ ഈ കറിവേപ്പില കായ്ച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയ്ക്ക് കായ് വന്നു കഴിഞ്ഞാൽ അത് കഷ്ടകാലത്തിനാണ് കറിവേപ്പില കായ്ക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നേ. ആൾക്കാർക്കെല്ലാം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കറിവേപ്പില കായ്ച്ചാൽ അത് കഷ്ടകാലത്തിനാണെന്ന്. ഒന്നുമല്ല, ഏതൊരു മരം ആയാലും സസ്യങ്ങളായാലും അത് പൂക്കും കായ്ക്കും അല്ലേ. അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് ഈ കായ്ക്കുന്നതും പൂക്കുന്നതുമൊക്കെ. പണ്ടുള്ളവർക്ക് അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കറിവേപ്പില നട്ട് കഴിഞ്ഞ് ഒരാളിപ്പം കറിവേപ്പില നടുവാണെങ്കിൽ ആ ആളിനൊപ്പം കറിവേപ്പില പൊക്കം വച്ച് കഴിഞ്ഞാൽ ആ ആൾ ഒന്നുകിൽ നാട് വിട്ടു പോവും, ഇല്ലെങ്കിൽ തട്ടിപ്പോവും എന്നുള്ളൊരു വിശ്വാസവും പഴമക്കാർക്കിടയിലുണ്ടായിരുന്നു. കറിവേപ്പില ഇപ്പോൾ ഒരാൾ നട്ട് കഴിഞ്ഞാൽ തന്നോളം വളർന്നു കഴിഞ്ഞാൽ പൊക്കം വച്ച് കഴിഞ്ഞാൽ അത് ആൾ തട്ടിപ്പോവും, അല്ലെങ്കിൽ നാട് വിട്ടു പോകും എന്നുള്ള ഒരു പഴമൊഴിയല്ല, അന്ന് വിശ്വസിച്ചിരുന്നു അവരൊക്കെ. അതുകൊണ്ട് ഇപ്പോഴും ഈ അമ്മൂമ്മമാരൊക്കെ കുഞ്ഞു പിള്ളേർ കറിവേപ്പില കൊണ്ട് നടാൻ പോകുമ്പോൾ അമ്മൂമ്മമാരൊക്കെ പറയും, വേണ്ട നീ നടണ്ടട, ഇങ്ങോട്ട് ഞാൻ നട്ടോളാം എന്ന് പറഞ്ഞ് ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാം വാങ്ങി കറിവേപ്പില അവർ നടും. കാരണം എന്ന് പറഞ്ഞാൽ അവർ വയസ്സായിരിക്കുകയല്ലേ. അങ്ങനെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഒന്നുമില്ല. കറിവേപ്പില നട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് നാട് വിട്ടു പോവുകയോ മരിച്ചു പോവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതെല്ലാം പഴമക്കാരുടെ ഒരു അന്ധവിശ്വാസം ആയിരുന്നു. ഇപ്പോഴെല്ലാം നമ്മളെല്ലാവരും, ഞാനൊക്കെ നട്ട് വളർത്തിയത് എന്നെക്കാളും ഈ പൊക്കമായിട്ടുണ്ട്. ഈ കറിവേപ്പില ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ബൈ. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കറിവേപ്പിലയെങ്കിലും ഉണ്ടായിരിക്കണം. സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്നത് കറിവേപ്പിലയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇതുപോലെ ഒരു കുഞ്ഞു കറിവേപ്പില ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഴമക്കാർ പറയുന്നത് കേട്ടിരുന്ന് കറിവേപ്പില നടാതിരിക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷം അടിച്ച ഈ കറിവേപ്പില വാങ്ങി നമുക്ക് അരച്ച് കഴിക്കേണ്ടി വരും. അതിൽ പക്ഷം നമ്മളൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഒരു കറിവേപ്പിലയെങ്കിലും നിങ്ങൾ നട്ട് വളർത്തി വീട്ടിൽ നിർത്തുക. ബൈ.